ഇമ്മ എന്തടി ഇവരെവിടേലും പോണുണ്ടോ? ഓളാക്കണ പെട്ടി ബാഗൊക്കെ പാക്കാക്കണ്. എത്ര പരിപാടി? ആ ഓല് പോകാണോലടി. അപ്പൊ എന്നോട് ഓനൊന്നും പറഞ്ഞില്ലേ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഓല് കല്യാണം കഴിഞ്ഞിട്ട് എവിടേക്കും പോയിട്ടില്ലല്ലോടി. ഇനി അടുത്ത ആഴ്ച തൊട്ടേ ഓൻ പണിക്കും ഇറങ്ങുകയാണോലോ. അപ്പൊ ഈ ആഴ്ച ഓൽക്ക് ഹണിമൂണാണോലോ. 1-2 ദിവസം പിടിച്ചും വരാന്. ഏ അപ്പൊ അടുത്തേക്കൊന്നും ആകൂല പോണതില്ലേ? അതിന് അനക്കെന്തിനാടി വേജാറ്? എത്ര ഇജ്ജ് സങ്കടപ്പെടുന്നത്? ഓലല്ലേ പോണത്. ഇമ്മാക്കൊന്നും അറിയൂലേ? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലായിക്കണ്. ഇതുവരെ ഹണിമൂണും ഇല്ല, ഒരു പുണ്ണാക്കും ഇല്ല. ഇതിപ്പോ ഓന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോത്തിന് ഓന് ഹണിമൂണും ടൂറും. ഇതിപ്പോ ഞാനിവിടെ നിക്കുമ്പോ നിന്റെ മുന്നിൽ കൂടെ. അപ്പൊ എനിക്ക് സങ്കടം ഉണ്ടാകൂലേ? ഇമ്മക്ക് അറിയില്ല എന്റെ കാര്യം. ഹജ്ജി എന്റെ കുഞ്ഞോളെ, ഇമ്മ അത് കാര്യം കൊണ്ടാണ് വിട്ടുക്കണേടി. ഇനിയിപ്പോ എത്താ നമ്മള് കാട്ടുക? ചെറുക്കനും പെണ്ണാണെങ്കിൽ പോകാൻ ഊറ്റപ്പെട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിക്കണേ. ഇനിയിപ്പോ എത്താ നമ്മള് കാട്ടടി? അതിനപ്പൊ അത്ര മെനക്കെട്? ഇമ്മ വിചാരിച്ച അതൊക്കെ നിസാരായിട്ട് മുടക്കാൻ പറ്റും. മുടക്കേ കുഞ്ഞോളെ? എങ്ങനെ? അതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ? ഇമ്മാക്ക് സുഖമില്ലാന്ന് പറഞ്ഞാ പോരെ? അല്ലെങ്കിൽ ഇമ്മാക്ക് ഇന്നലെ കയറി വന്ന ഓളെ വലുത് അതോ ഞാനാ വലുത്? ഓല് പോയിക്കണമെങ്കിൽ എനിക്കൊരു സന്തോഷം ഉണ്ടാവൂല. ഞാൻ പോയിട്ട് ഓല എത്തച്ച കാട്ടിക്കോട്ടെ. എൻ്റെ മുന്നിൽ കൂടെ ഓല ഈ പോക്കും വരവും എനിക്ക് സഹിക്കാൻ പറ്റൂല. ഇമ്മാക്ക് പറ്റെങ്ക പറഞ്ഞാ മതി. ഇമ്മാക്ക് ഇഞ്ച സങ്കടാണോ അതോ ഓല സന്തോഷാണോ വലുതിച്ച ഏതാ ഉമ്മ തീരുമാനിച്ചാ മതി. എനിക്ക് ഏതായാലും സഹിച്ചാൻ കഴിയൂല. ഏതായാലും കുട്ടികളുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കട്ടെ. ഇമ്മ പറഞ്ഞു എന്നുള്ളൂ മക്കളെ. എനിക്കിപ്പോൾ നിങ്ങൾ 3 ഒരു ഏൽക്കാണേ. ഇനിയിപ്പോൾ ഏതായാലും അടുത്ത വരവിന് ചെറിയോന് ഓൾ എവിടേക്കെങ്കിലുമൊക്കെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിക്കണോലോ. ആ ഒരു ഊറ്റത്തിൽ കുത്തിരക്കാണ് ഓള്. അതിൻ്റെ ഇടയ്ക്കപ്പം നിങ്ങളീ പോക്ക് നട്ടപ്പോൾ പെണ്ണിന് നല്ലോണം സങ്കടം അയക്കണേ. മുഖത്തേക്കൊന്ന് നോക്കിയാ നൊലോളിച്ചാനയക്കണേ. ഒരു കാര്യം ചോദിച്ചാ 2-3 ദിവസം കുഞ്ഞോളെ മുന്നിൽ നിന്ന് മാറിക്കണല്ലേ അവൾക്ക് പ്രശ്നം. നമുക്ക് പുറത്തൊക്കെ പോയിട്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് രാത്രി കൊണ്ട് വരാം. ഒക്കെ നിങ്ങളെ ഇഷ്ടം പോലെ. ഇന്ന് വേഗം റെഡിയാന്ന് നോക്ക്. ഇന്നലെ തൊട്ട് പെണ്ണെ കാലും കെട്ട് നിലത്തേക്ക് കുത്താൻ കജ്ജണില്ല. ആ ഡോക്ടർ ഒന്ന് മാറ്റി കാട്ടി വെക്കേണ്ടി വരും. നീരൊന്നും ഇങ്ങോട്ട് മുട്ടിക്കണ്. ഇനിയിപ്പോൾ ആരെയിപ്പോൾ കാട്ടിന് പോയി കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു തരക്കടവുമില്ല. എവിടെയെങ്കിലും ഒന്ന് കുത്തിർന്നോട് നീച്ചാലേ തലച്ചോറ്റിക്കട് കയറാണ് വരുത്തം. എവിടക്കാപ്പം ഈ പോക്ക അറിയില്ലല്ലോ മനസ്സിന്. കാലൊക്കെ മുടങ്ങിക്കണമെങ്കിൽ മുടങ്ങിയതന്നെ. അതിനിമ്മ നിങ്ങൾ കാലിന് കുറച്ച് റെസ്റ്റൊക്കെ കൊടുക്കണേ. ഇതൊന്നൊരു സുഖമായ നിങ്ങൾ അടങ്ങിക്കോ. എന്നിട്ടിപ്പോൾ പറ്റങ്ങോട്ട് വെജാതായപ്പോൾ അവിടെ അടങ്ങി കുത്തിറക്കുക.
ഇങ്ങക്കേ സഹായത്തിനല്ലേ നിങ്ങൾ മരുവളെ കൊടു നിക്കണത്. അപ്പൊ കുറച്ചൊക്കെ അടങ്ങിയൊക്കെ കുത്തിരിക്കണേ, കുറച്ച് കണ്ടില്ല കേടിലൊക്കെ നിക്കണേ. ഇമ്മ ഇമ്മ എന്താടാ? ഇമ്മ ഞങ്ങളിപ്പോ വരാട്ടോ. എങ്ങട്ടാടാ? അതിമ്മ ഞാൻ ഓളെ കൊണ്ടൊന്ന് പുറത്തേക്ക് പോവാണ്. വൈകുന്നേരത്തിനേ വരുള്ളൂ. പിന്നെ ചോറൊന്നും കരുതണ്ട, ഇങ്ങനത്തൊന്ന് കടന്നോണ്ടു. ആയിക്കോട്ടെ എന്നാല്. അതെ, ഇങ്ങോട്ട് നോക്കിയാ ഇമ്മനെ കാലോക്കിയാ. ഇമ്മ ഇതൊക്കെ ഉണ്ടായിട്ടും മുണ്ടാതെ നിക്കാണ്. ഇവിടെ വന്നോക്ക്, ഇമ്മന്റെ കാലൊന്ന് കണ്ടോക്ക്. ഇത് കണ്ടിട്ടാ നിങ്ങള് പോണത്? അതാ ഇതിപ്പോ എന്തേമ്മ? അതടാ, കാല് വല്ലാത്തൊരു വേദന. അത് സാരല്ല, നിങ്ങള് പൊയ്ക്കോളി. ഇമ്മ അങ്ങനെ തന്നെ പറയണ്ടാകുള്ളൂ. ഇമ്മക്കേ ഒരടി നടക്കാൻ വെച്ച. ഇനിയിപ്പൊ എന്തമ്മ കാട്ടുക? അതെ, ഇമ്മാനടാ ഇങ്ങനെ ഇടാൻ പറ്റുമോ? എവിടേക്കെങ്കിലും കൊണ്ടുപോകണ്ട വേഗം. പോക്കും വരവൊക്കെ ഇഞ്ഞും ആകാലോ. ഇമ്മാക്ക് ഇഞ്ഞും കൂടിക്കണെങ്കിലേ ഇമ്മളന്നെയാണ് കുടുങ്ങ. ഞങ്ങളാണെങ്കിപ്പോ ഇങ്ങക്ക് പോക്കാണ് നിർബന്ധം വെച്ചാല് ഇങ്ങള് പോയിക്കോളിട്ടോ. ഇങ്ങളിങ്ങനെ ആയിക്കൂടി ഇത് കൂടി നടക്കണാണുമ്പോ മനസ്സന്മാര് പറയൂലേ, ആദ്യം ഉമ്മാനെ കൊണ്ടുപോയി ചികിത്സിച്ചല്ലേ വേണ്ടത്? അതല്ലേ നല്ലത്? ഇമ്മ നമുക്ക് പോവാൻ നോക്കാം. എടിയത് സാരല്ല. ഇമ്മൊന്നും ഉണ്ടാന്നാണ്. ഓര് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ ഞാനാ ഉങ്ങളെ കൊണ്ട് ഇടങ്ങാറാകുക. ഇജിപ്പത്തിന് ഐറ്റങ്ങളെ വെറുതെ തള്ളാരേ മക്കളെന്നെ നോക്കേണ്ടത്. അത് എത്തിയിട്ട് ഐറ്റപ്പത് ഒന്നും രണ്ടും വട്ടല്ലപ്പത്. ഓരോ കാരണം കൊണ്ട് ഐറ്റളെ പോക്ക് ഇങ്ങനെ മുടങ്ങണത്. വല്ലാത്തൊരു കഷ്ടം തന്നെ ഇപ്പത്. ഞാൻ കാരണം ഇപ്പൊ കുട്ടികൾക്കൊന്ന് പുറത്തിറങ്ങാനും പറ്റാതെ. ഹലോ ഹലോ, എടി ഒന്ന് റേഞ്ചിൽ കൊടുത്തേക്ക് നിക്കടി. എങ്ങനെ? ഇന്നൊന്നും പറ്റൂല. എങ്ങനെ? ഹലോ ഹലോ, ഞാൻ കട്ടാക്കിട്ട് വിളിച്ച. അല്ല കുഞ്ഞോളെ, ഇജിപ്പോ എന്താ ഈർത്തിരിക്കണത്? ഞാനോളും വേറെ സ്ഥലത്തേക്ക് പോവാൻ നേരത്ത് അല്ല ഇജ്ജ് എന്റെ പേരേക്ക് പോകണമെന്ന് പറഞ്ഞത്. ഇതിപ്പോ ജി ഒന്നും കാട്ടാതെ ഇങ്ങനെ കുത്തിരിക്കണേ, പോണില്ലേ? ഞാനത് പറയാൻ വരികയെന്നു. ചെറിയ വിളിച്ചേന്നു. ഇമ്മാക്കിപ്പോ നല്ല കുറവുണ്ട് എന്ന്. അതുകൊണ്ട് ഇപ്പൊ ധൃതി പൊടിച്ചടിച്ച് ചെല്ലാണ്ടാന്ന്. ഇനിയിപ്പോ 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ചെന്നാ മതിയെന്ന്. ഞാൻ ആകെ പൊടിച്ചു. ഞാൻ കാരണം നിങ്ങളെ പോക്കും മുടങ്ങിയില്ലേ. അപ്പൊ ഇജ്ജ് എന്താടി കുറച്ച് നേരത്തിനോട് പറഞ്ഞത്? എൻ്റെ അമ്മക്ക് കണ്ണുറക്കണില്ല, വെള്ളമിറങ്ങില്ല ഒക്കെ പറഞ്ഞിട്ട് തീരെ വെജാറിട്ട് ജിപ്പോയെ പോകുകയാണ്, ഞങ്ങളെ പോക്കൂടി സ്വയിപ്പാക്കിയാണ്ട്. ഇപ്പൊ എന്തേ എൻ്റെ അമ്മക്ക് പെട്ടെന്ന് മാറിയോ? അത് പിന്നെ ഞാന് എടി എന്ത് മനസ്സാടി എൻ്റെത്. എൻ്റെ ഇപ്പം എല്ലാത്തിനും കൂട്ടുന്നില്ല. ഞങ്ങൾ ഈ പാവങ്ങൾ ചതച്ചില്ലേ, ഇതൊന്ന് കണക്കെത്താ കിട്ടണത്? കുട്ടിയല്ലേ ചെറുതല്ലേ എന്നൊക്കെ നോക്കി കൊണ്ടുവന്നിട്ട് ഇപ്പൊ അവസാനം ഇപ്പോ ചേ. അതെ, ഒരു കാര്യം മനസ്സിലാക്കിയില്ല. അന്നെ എല്ലാവർക്കും കൂടെ നല്ല ഇഷ്ടമായിരുന്നു. അത് ഇജ്ജായിട്ടില്ലാതാക്കിയതാണ്.